ശബരിമലയിൽ തങ്ക അങ്കി ചാർത്തിയുള്ള അയ്യനെ കാണാൻ ഭക്തജന പ്രവാഹം. നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെയാണ് ദീപാരാധനയ്ക്ക് ശേഷം തിരക്കേറിയത്. മണ്ഡലകാലം നാളെ അവസാനിക്കുകയാണ്. മണ്ഡലപൂജ നാളെ രാവിലെ 10:10-നും 11:30-ക്കും ഇടയിലാണ്. നാളെ രാത്രി 10 മണിയോടെ ഹരിവരാസനം പാടി നട അടയ്ക്കും. സന്നിധാനത്ത് നിന്ന് ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽനാഥ്, തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന കഴിഞ്ഞു. ഇനി മണ്ഡലപൂജയ്ക്കായുള്ള കാത്തിരിപ്പാണ്. ഭക്തരൊക്കെ സന്നിധാനത്ത് തുടരുകയാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? തിരക്കുണ്ടോ? സുജയ, വീണ്ടും കടുത്ത തിരക്കിലേക്ക് സന്നിധാനം മാറുകയാണ്. കുറച്ചു നേരത്തെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ നിയന്ത്രണം മണ്ഡല പൂജയോടനുബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ, കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഭക്തരെ മരക്കൂട്ടത്തും അതേപോലെ തന്നെ ശരംകുത്തിയിലടക്കമുള്ള പ്രദേശങ്ങളിൽ തടയുന്നുണ്ടായിരുന്നു. മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട് തങ്കയങ്കി വരുമ്പോൾ തങ്കയങ്കിക്ക് ഒരു പാത ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. എന്തായാലും 30,000 ഭക്തർക്കായിരുന്നു ഇന്ന് പ്രവേശനം അനുവദിച്ചിരുന്നത്. എന്തായാലും ഈ പ്രവേശനത്തെ പറ്റി അറിയാതെ വന്ന ഭക്തരുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശങ്ങളിൽ നിന്ന് വന്ന ഭക്തരുണ്ട്. ആ ഭക്തർക്കെല്ലാം എല്ലാവർക്കും സുഖദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ് പോലീസും അതേപോലെ തന്നെ ദേവസ്വം ബോർഡും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ എല്ലാവരെയും കടത്തിവിട്ട് ദർശനത്തിനുള്ള എല്ലാവിധ സാധ്യതകളും ഒരുക്കുകയാണ് പോലീസും ദേവസ്വം ബോർഡും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി കനത്ത തിരക്കാണ് ഇപ്പോൾ ഈ മണ്ഡലപൂജയ്ക്ക് തങ്കയങ്കി ചാർത്തിയതിനു ശേഷം കനത്ത തിരക്കിലേക്ക് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ മാറുകയാണെന്നുള്ളതാണ്. എന്തായാലും 41 ദിവസത്തെ വ്രതം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല വ്രതം എന്തായാലും നാളെ സമാപിക്കുകയാണെന്നുള്ളതാണ്. നാളെ 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതിനു മുൻപ് അയ്യനെ കണ്ട് ദർശിക്കാനുള്ള കനത്ത തിരക്കാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെയും വൈകുന്നേരം 10 മണിക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ കനത്ത തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ ദേവസ്വം ബോർഡിനുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷയും കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മണ്ഡല തീർത്ഥാടനത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡല പൂജ നാളെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് നടക്കുക. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്തിലാണ് മണ്ഡല പൂജ നടക്കുന്നത്. ആ മണ്ഡല പൂജയ്ക്ക് ശേഷം 10:10 നാളെ നേരത്തെയാണ് ഹരിവരാസനം പാടി നട അടയ്ക്കുക. അതിനു മുൻപ് അയ്യനെ കണ്ടു തൊഴാനുള്ള ഭക്തരുടെ നീണ്ട നിര ഇപ്പോഴും ഫ്ലൈ ഓവറിലും വലിയ നടപ്പന്തലിലും ഒക്കെ തുടരുന്നുണ്ട്. ഏതായാലും ഈ കനത്ത തിരക്ക് പരിഗണിച്ചുകൊണ്ട് നാളെ 35,000-ഓളം ഭക്തർക്കാണ് പ്രവേശനമുള്ളത്. എന്തായാലും എത്തുന്ന ഭക്തരെ ഒക്കെ തന്നെ ഉൾക്കൊള്ളാൻ ഗോകുലാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നാളെ രാവിലെ 10:10-നാണ് മണ്ഡല പൂജ നടക്കുന്നത്. മണ്ഡലകാലത്തിനതോടെ സമാപനമാവുകയാണ്.